ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മലയാളം UP സ്കൂൾ ടീച്ചർ തസ്തികയിൽ ചോദിച്ച എക്സാമിൽ നിന്നുള്ള കണക്കിലെ 15 ചോദ്യങ്ങൾ. കണക്കിനെ സംബന്ധിച്ച് PSCക്ക് ഇപ്പോഴും പഴയ പാറ്റേൺ തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. മുൻകാല ചോദ്യങ്ങൾ ചെയ്താൽ ഇതിലൂടെ നമുക്ക് മികച്ച സ്കോർ നേടുവാൻ സാധിക്കും. എക്സാം നടന്നത് 6/7/2024. ക്വസ്റ്റ്യൻ കോഡ് A. ഈ ചോദ്യവും ഉത്തരവും വേഗത്തിൽ ഒന്ന് നോക്കാം. ആദ്യ ചോദ്യം നോക്കാം. 2³ × 5⁴ വില എത്ര? അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ളത് ചെറിയ സംഖ്യകൾ ആയതുകൊണ്ട് ഡയറക്റ്റ് അങ്ങ് ചെയ്താൽ മതി. 2ൻ്റെ ക്യൂബ് നമുക്കറിയാം, 2 × 2 × 2, 2നെ 3 പ്രാവശ്യം അത് ചെയ്യുമ്പോൾ 8 കിട്ടും. 5⁴ എന്ന് പറയുന്നത് 5നെ 4 കൊണ്ട് ഗുണിക്കുക, അത് ഗുണിക്കുമ്പോൾ 625 എന്ന് കിട്ടും. വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഗുണിച്ചെഴുതുക. 8 × 625 ചെയ്യുമ്പോൾ 5000 എന്ന് കിട്ടും. ആൻസർ വരും ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം 4/20 + 8/200 + 32/2000 തുല്യമായ ദശാംശ സംഖ്യ ഏത്? അപ്പോൾ ഇങ്ങനെ ഒരു ഫാക്ടർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എവിടേക്ക് ഒരു സാമ്യം തോന്നുന്നു. അതായത് 200, 200, 2000. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ അതിൻ്റെ LCM അങ്ങ് എടുക്കുക. ഇതിൻ്റെ LCM എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 2000. ഇനി ചെയ്യേണ്ടത് ഇത് ഡിനോമിനേറ്ററായി കീപ്പ് ചെയ്തുകൊണ്ട് 2020 എത്ര പ്രാവശ്യം എന്ന് നോക്കുക. 2020 100 പ്രാവശ്യം. ആ 100 × മുകളിൽ കിടക്കുന്ന 4, അപ്പോൾ 400 പ്ലസ് ഈ സെയിം ചിഹ്നം ഇടുന്നു. 2200 എത്ര പ്രാവശ്യമാണ്? 10 പ്രാവശ്യം. ആ 10 × 8 80 പ്ലസ് 2000 ഒരു പ്രാവശ്യം. ആ 1 × 32. ഫൈനലായിട്ട് നമുക്ക് കിട്ടും 400 + 80 + 32 512/2000 എന്ന് കിട്ടും. 512നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 256/1000 എന്ന് കിട്ടും. 256/1000 ആകുമ്പോൾ 3 സ്ഥാനം മാറ്റി പോയിൻ്റ് കൊടുക്കുക. ആൻസർ വരും ഓപ്ഷൻ സി 0.256. അടുത്ത ചോദ്യം, ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു തനിച്ചു ചെയ്താൽ 10 ദിവസവും രാമു തനിച്ചു ചെയ്താൽ 15 ദിവസവും വേണം. രാമുവും ബാലുവും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കാം? അതായത് ആദ്യം ഓരോരുത്തർ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ചോദ്യം ഇവിടെ ഇവർ ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കാം? ഒരു ചെറിയൊരു ഇക്വേഷൻ ഫോം പഠിച്ചു വയ്ക്കുക. രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാൻ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് AB/A+B. ഇത്രയേ ഉള്ളൂ. AB/A+B. ഇതിൽ A എന്ന് പറയുന്നത് ബാലു തനിച്ച് ചെയ്തതെടുക്കാം, B എന്ന് പറയുന്നത് രാമുവും എടുക്കുക. അപ്പോൾ ഈ 2 സംഖ്യകൾ മതി. 10 × 15. AB എന്ന് പറയുന്നത് ഗുണനമാണ്. 10 × 15/A+B. 15ഉം 10ഉം 25. ക്രിയ ചെയ്യുക. 5 പ്രാവശ്യം 3, 2 പ്രാവശ്യം 2 × 3 6 എന്ന് കിട്ടും. ആൻസർ വരും ഓപ്ഷൻ ഡി 6. ഇവിടെ കിടക്കുന്ന നോക്കുക. ആൻസർ വരും ഓപ്ഷൻ ഡി 6. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാം പോയിൻ്റ് സംഖ്യകളാണ്. 2.5, 0.25, 0.025, 0.00025. അതായത് പൂർണ്ണവർഗം തന്നിട്ടുള്ള സംഖ്യകളിൽ ദശാംശം കഴിഞ്ഞിട്ടുള്ള സ്ഥാനം എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കണം. അതായത് ദശാംശം കഴിഞ്ഞ് ഇവിടെ ഒരു 5 വന്നിട്ടുള്ളത്? 1 ഉള്ളൂ. ഇവിടെ 2 ഉണ്ട്, 0.25. ഇവിടെ 3 സംഖ്യകളാണ് വന്നത്, ഇവിടെ 5 സംഖ്യകളാണ് വന്നത്. അതായത് നമ്മളെ കണ്ടീഷൻ എന്താണ്? പൂർണ്ണവർഗം ആയിരിക്കണമെങ്കിൽ എപ്പോഴും ഇരട്ട ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ആൻസർ വരും ഓപ്ഷൻ ബി 0.25. അടുത്ത ചോദ്യം, സംഖ്യാരേഖയിലെ 3/5 4/5 ഇടയിൽ വരാത്ത ഭിന്നകം ഏത്? അവൾ ഇങ്ങനെ ഒരു പല രീതിയിൽ ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നു. ആദ്യം
3/5 ക്രിയ ചെയ്യുക. 3/5 എത്ര കിട്ടും? 0.6 എന്ന് കിട്ടും. അതായത് ഒരു 0 കൊടുക്കുന്നു, ഒരു പോയിൻ്റ് കൊടുക്കുന്നു. അപ്പോൾ 30/5 6, 30/5 എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. അപ്പോൾ 0.6. 4/5 അതേപോലെ ചെയ്യുക. 4/5 40/5 ചെയ്യുമ്പോൾ 8, അതായത് 0.8. അപ്പോൾ നമുക്കിവിടെ കണ്ടീഷൻ 0.6നും 0.ന് ഇടയിലും വരാത്ത ഭിന്നകം. ഇനി വീണ്ടും 2/3 ചെയ്യുക. 2/3 ചെയ്യുമ്പോൾ 6 കിട്ടും, 6 പോയിൻറ്റ് സംതിങ് കിട്ടും. അപ്പോൾ 6നും 8നും ഇടയിൽ വരുന്നു. അടുത്തത് 5/8. 5/8 ചെയ്യുമ്പോൾ നമുക്ക് 50/8 കൊടുക്കാം. 50/8 6/8 48. വീണ്ടും അത് 6 സംതിങ് വരുന്നു. അത് അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. 6 കഴിഞ്ഞിട്ട് വരുന്നെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് 6നും 8നും ഇടയിലാണല്ലോ. അടുത്ത് 3/7. 3/7 ചെയ്യുക. 3/7 ചെയ്യുമ്പോൾ 30/7. 4/7 28. ഇവിടെ കണ്ടോ 4 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. 6നേക്കാളും താഴെയാണ്. അപ്പോൾ 0.6നേക്കാളും താഴെയാണ് 0.4. അപ്പോൾ നമുക്കിവിടെ വരും. അടുത്ത ഓപ്ഷൻ ചെയ്യേണ്ട, ഇവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. സമയം വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ 3/7 ആണ് ആൻസർ. അടുത്ത ചോദ്യം, 2 സംഖ്യകളുടെ ഉസാഹ HCF 16, അവയുടെ ലസാഗു 192, ഒരു സംഖ്യ 64 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത്? ഇവിടെ ഒരു ഫോർമുല ഒന്ന് ഓർത്തിരിക്കുക. അതായത് 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് അവയുടെ LCMൻ്റെയും HCFൻ്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. 2 സംഖ്യകളുടെ ഗുണനഫലം അവിടെ HCFൻ്റെയും LCMൻ്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ HCF ഉണ്ട്, LCM ഉണ്ട്, ഒരു സംഖ്യയുണ്ട്, മറ്റേ സംഖ്യ X അറിയത്തില്ല. അപ്പോൾ 2 സംഖ്യ 1 64 അറിയാത്ത സംഖ്യ അറിയത്തില്ല. X എന്ന് പറയുന്നത് HCF × 16 × 192. ഇവിടെ X കാണാൻ എന്ത് ചെയ്യും? ഈ 64 താഴെ കൊണ്ടുവരിക. ഇതൊന്ന് ക്രിയേറ്റ് ചെയ്തെടുത്താൽ മതി. ഇവിടെ നോക്കുമ്പോൾ 64-ൽ 16 എത്ര പ്രാവശ്യമുണ്ട്? 4 പ്രാവശ്യം. 4 4 16 ശിഷ്ടം 3 32, 8 4 32. ആൻസർ വരും ഓപ്ഷൻ എ 48. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് നോക്കി ഇരുന്നാൽ ഇത് മൊത്തം കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് കറക്റ്റ് ഓരോന്നും ക്രിയ തന്നെ ഒന്ന് ചെയ്ത് എടുക്കുക, പെട്ടെന്ന് കഴിയും. അതായത് എല്ലാം 1 പോയിൻറ്റ് സംതിങ് ആണല്ലോ. അപ്പോൾ ആദ്യത്തെ നമുക്ക് ചെയ്യാം. 0.01 0.001. അപ്പോൾ ഇത് എന്ത് കിട്ടും? ഇവിടെ എങ്ങനെ ചെയ്യാൻ നോക്കിയാൽ, അതായത് സംഖ്യകൾ നോക്കുക, പോയിൻറ്റിനെ അങ്ങ് മറന്നേക്കുക തൽക്കാലം. 1 × 1 എത്രയാണ്? 1 തന്നെയാണ്. ഇനി ഇവിടെ 1 ഉള്ളൂ, ഇവിടെ 1 ഉള്ളൂ. 1 × 1 1 തന്നെയാണ്. ഇനി പോയിൻ്റ് കഴിഞ്ഞ് എത്ര സംഖ്യ ഉണ്ടോ നോക്കുക? 5 സംഖ്യ. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് 5 സംഖ്യ ഇവിടെ വരണം. 4 0 1. അപ്പോൾ ആദ്യത്തെ നമുക്ക് ഗുണിച്ചപ്പോൾ ഇത്ര കിട്ടി. അടുത്തത് നോക്കുക, സംഖ്യകൾ ഏതൊക്കെയാണ്? 101 1. 101 × 1 എത്രയാണ്? 101 തന്നെയാണ്. ഇനി പോയിൻ്റ് കഴിഞ്ഞ സംഖ്യകൾ നോക്കുക. ഇവിടെ 2 സംഖ്യകളുണ്ട്, ഇവിടെ 3 സംഖ്യകളുണ്ട്. ഇവിടെ നിലവിൽ 3 സംഖ്യ ഉണ്ട്, ഒരു 2 0 കൂടി കൊടുക്കുക പോയിൻ്റ്. അടുത്തത് ഇവിടെ 101 ആണ്, ഇവിടെ 1. 101 × 1 101 തന്നെയാണ്. വീണ്ടും 101 എഴുതി. പോയിൻ്റ് കഴിഞ്ഞ് 6 സംഖ്യകളുണ്ട്, ഇവിടെ 3 ഇവിടെ 3, 6 സംഖ്യകൾ, ഒരു 3 0 കൂടി കൊടുത്തു. അപ്പോൾ 6 സംഖ്യ ആയല്ലോ. ഇവിടെ 10 × 1 10 × 1 10 തന്നെയാണ്. ഇനി സംഖ്യകൾ നോക്കുക എത്രയാണ്? ഇവിടെ 3 0 2 0, വീണ്ടും ഒരു 5 സംഖ്യകളാണ് വന്നത്. അപ്പോൾ ഒരു 3 0 കൂടി കൊടുക്കുന്നു. ഇനി ഇതിൽ നോക്കുക ഏതാണ് വലുത്. ഇവിടെ 3ാമത്തെ സ്ഥലത്ത് 1 വന്നു, ബാക്കി ഒരിടത്തും 3ാമത്തെ സ്ഥാനത്ത് 1 വരുന്നില്ല. അങ്ങനെയെങ്കിൽ ഏതായിരിക്കും വലുത്? അത് തന്നെയായിരിക്കും വലുത്. ആൻസർ വരും ഓപ്ഷൻ ബി. അപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് രീതിയിൽ പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാൻ സാധിക്കും.
അടുത്ത ചോദ്യം 1 + 2 + 3 + എക്സെട്ര + 150 = 1275 എങ്കിൽ 3 + 6 + 9 + 180 = ഡാഷ്. ഇവിടെ എന്താണ് ഈ 1 + 2 + 3 അത് = 50 + 50 = 125 1275 എങ്കിൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഇതിൽ നിന്നും ഒരു 3 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ തന്നിട്ടുള്ളതിൽ നിന്ന് 3 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 1 + 2 + എക്സെട്ര + 150/3 എത്രയാണ്? 50. അതായത് ഇതിൻ്റെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട് 1275. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ വാല്യൂ കാണാൻ എന്ത് ചെയ്യണം? ഈ 1275-നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ നമുക്ക് ആൻസർ വരും 3 × 1275 ചെയ്യാം. 15 1 ശിഷ്ടം 3 7 21 22 2 ശിഷ്ടം 2 3 6 8 1 × 3 3 38 25 കിട്ടും. ആൻസർ വരും 38 25 ഓപ്ഷൻ എ. അടുത്ത ചോദ്യം 2.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിൻ്റെ ഉയരം എത്രയായിരിക്കും? നമുക്കിവിടെ വോളിയത്തിൻ്റെ അളവാണ് തന്നിട്ടുള്ളത്. 2.5 മീറ്റർ നീളം 1 മീറ്റർ വീതി, ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പോൾ ഈ 10,000 ലിറ്ററിനെ നമുക്കൊരു ഒറ്റ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം ഫസ്റ്റ്. അപ്പോൾ 1000 ലിറ്ററാണ് 1 മീറ്റർ ക്യൂബ്. 1000 ലിറ്ററാണ് എന്ത്? 1 മീറ്റർ ക്യൂബ്. ഇവിടെ 10,000 ലിറ്റർ ആകുമ്പോൾ 10 മീറ്റർ ക്യൂബ് വെള്ളം. അപ്പോൾ 2.5 മീറ്റർ 1 മീറ്റർ. അപ്പോൾ നമുക്ക് വോളിയം എന്താണ്? LBH. അതായത് 2.5 × 2.5 × 2.5 × 1 × H എന്താണ്? 10. H എന്താണ്? 10/2.5. 2.5 10/2.5 എത്രയാണ്? 4 കിട്ടുക. അപ്പോൾ ഇവിടെ യൂണിറ്റിൽ ഇവിടെ തന്നിട്ടുള്ള 4 യഥാർത്ഥത്തിൽ വരേണ്ടത്. ഇവിടെ 4000 കൊടുത്തിട്ടുണ്ട്. അതായത് വീണ്ടും അതിനെ ലിറ്ററിന് അതിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആൻസർ വരും ഓപ്ഷൻ 4000. പക്ഷേ ഇതിലൊരു യൂണിറ്റിൻ്റെ ഒരു മിസ്റ്റേക്ക് കാണുന്നുണ്ട്. യൂണിറ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇതിൽ മെൻഷൻ ചെയ്യണം ആയിരുന്നു. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിൽ സമയം 8:30 അപ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? എന്തു തന്നെയായാലും സമയം അതുപോലെ എഴുതി 8:30. 8നെ അതുപോലെ എഴുതി 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 6. ഇവ തമ്മിലുള്ള വ്യത്യാസം എടുക്കുന്നു 2. ആ 2നെ 30 എന്ന കോൺസ്റ്റൻറ്റ് സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു 60. ഈ 60നോട് കൂടി ഇവിടെ എഴുതിയിരിക്കുന്നതിൽ ലെഫ്റ്റ് സൈഡ് വലുതാണെങ്കിൽ, വലുത് അല്ലെങ്കിൽ ഈക്വൽ ആണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൻ്റെ ഈ വലുതാണെങ്കിൽ ഈ 30ൻ്റെ പകുതി ഇതിനോട് കൂട്ടുന്നു. എന്നാൽ തിരിച്ചാണ് വരുന്നതെങ്കിൽ കുറയ്ക്കുന്നു. ഇവിടെ ഇതിനോട് കൂട്ടുമ്പോൾ 60 + 15 75 എന്ന് കിട്ടും. ആൻസർ ഡി. ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ്, വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. സമയം എഴുതി ഈ ചെയ്തിരിക്കുന്നത് ഒന്നും കൂടി നോക്കിയാൽ അത് വ്യക്തമായി മനസ്സിലാകും. അടുത്ത ചോദ്യം, ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏത്? അപ്പോൾ ഇതിനെ നമ്മൾ അറിഞ്ഞുകൂടാത്ത ഒരു സംഖ്യ എക്സ് ആയിട്ട് പരിഗണിച്ച് ആ ചോദ്യം വായിച്ച് അതുപോലെ എന്ന് എഴുതിയാൽ സിമ്പിൾ ആയിരിക്കും. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. അപ്പോൾ ഇതിൽ ചെറിയ സംഖ്യ ഏതാ? എക്സ് ആയിരിക്കും. ഇത് വലുതായിരിക്കും. ഇനി പറയുന്നു, ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് ഈ വലിയ സംഖ്യ. വലിയ സംഖ്യ ഏതാണ്? 3x + 2.
ഇതിൽ നിന്ന് എക്സ് എങ്ങനെ കാണാം? ഈ 3x ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താവും? മൈനസ് ആവും. എക്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ എക്സ് 2 ആണെങ്കിൽ നമുക്കിവിടെ ചെറിയ സംഖ്യ തന്നെയല്ലോ ചോദിച്ചിട്ടുള്ളത്. എക്സ് ആണ് ചെറിയ സംഖ്യ. ചെറിയ സംഖ്യ ഏതാണ്? ആൻസർ വരും ഓപ്ഷൻ 2. അപ്പോൾ ഇത് ചോദ്യം അനുസരിച്ച് അതനുസരിച്ച് അങ്ങ് എഴുതാൻ ശ്രമിച്ചാൽ മതി, പെട്ടെന്ന് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, രണ്ട് സംഖ്യകളുടെ ശരാശരി 11.5 അവയുടെ വ്യത്യാസം 11.5 ആണെങ്കിൽ വലിയ സംഖ്യ ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ എത്ര എന്നതാണ് ചോദ്യം. ഇതും ആ ചോദ്യം പോലെ വായിച്ചങ്ങ് ചെയ്താൽ മതി. അതായത് രണ്ട് സംഖ്യകളുടെ ശരാശരി, എന്താണ് ശരാശരി? തുക ബൈ എണ്ണം. അതായത് എക്സ് പ്ലസ് വൈ ബൈ 2, രണ്ട് സംഖ്യ എക്സും വൈ എന്ന് എടുത്തു, ഈസിക്കൽ ടു 11.5. അപ്പോൾ എക്സ് പ്ലസ് വൈ എത്ര കിട്ടും? 11.5 × 2 23 എന്ന് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്താണ്? 23. ഇവിടെ വ്യത്യാസം 11.5. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 11.5. ഇതിൽ നിന്ന് രണ്ട് ഇക്വേഷൻ ഒന്ന് കൂട്ടി ചെയ്യുക. അപ്പോൾ 2x ഈക്വൽ ടു 2x എന്തെന്ന് കിട്ടും? വൈയും ക്യാൻസലാവും. 23ഉം 11.5 കൂട്ടുമ്പോൾ 34.5 എന്ന് കിട്ടും. 34.5. അങ്ങനെയെങ്കിൽ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു 34.5/2. അതെത്ര കിട്ടും? 17.25. ഇതിവിടെ നിന്നോട്ടെ, 25. ഈ 17.25 ഈ ഒരു ഇക്വേഷനിൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 23 എന്ന ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എക്സിന് എത്രയാണ്? 17.25 കൊടുക്കുമ്പോൾ വൈക്ക് എത്ര കിട്ടും? 5.75 എന്ന് കിട്ടും. ഇനി നമുക്ക് ചോദ്യം വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ 17/25/5.75 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ആൻസർ ഓപ്ഷൻ ബി 3. ആൻസർ കിട്ടും ഓപ്ഷൻ ബി 3. അടുത്ത ചോദ്യം ലഘൂകരിക്കാനാണ്. 10.1 ക്യൂബ്. അപ്പോൾ സംതിങ് അങ്ങനെ ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അതായത് ഫോർമാറ്റ് ഇതാണ്: എ ക്യൂബ് എ റൈസ് ടു ക്യൂബ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി എന്ന് പറയുന്നത് എ പ്ലസ് ബിക്ക് തുല്യമാണ്. ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ ഇത് എ പ്ലസ് ബിക്ക് തുല്യമാണ്. അങ്ങനെയെങ്കിൽ 10.1 പ്ലസ് 2.9 തുല്യമാണ്. അത് കൂട്ടുമ്പോൾ ഓപ്ഷൻ ഡി കിട്ടും 13. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, സീനയും മീനയും 2:3 എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ 804 രൂപ കൂടുതൽ അതേ തുക 4:1 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടിയെങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര? ഇതും വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. ആ ചോദ്യവുമായി ഒന്ന് റിലേറ്റ് ചെയ്ത് അതൊന്ന് എഴുതിയാൽ മതി. അതായത് ആദ്യം സീനയും മീനയും 2:3 എന്ന അംശബന്ധത്തിലാണ് വീതിച്ചത്. അതായത് 2x സീനയ്ക്ക് 2x മീനയ്ക്ക് 3x. അടുത്ത് വീണ്ടും പറയുന്നത് 4:1 അംശബന്ധത്തിൽ 4x x എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ 804 രൂപ കൂടുതൽ സീനയ്ക്ക് കിട്ടി. അതായത് നമ്മൾ ആദ്യം ഇവിടെയാണ് സീന, ഇവിടെ മീന. അപ്പോൾ ഇങ്ങനെ വീതിച്ചപ്പോൾ 804 രൂപ കൂടുതൽ കിട്ടി. അതായത് 4x മൈനസ് 2x എന്ന് പറയുന്നത് എന്താണ്? 804. അതായത് 2x ഈക്വൽ ടു 804, x ഈക്വൽ ടു 402. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? എക്സ് 402 എന്ന് കിട്ടി. നമുക്കിവിടെ മൊത്തം തുക എത്രയാണ്? 4x പ്ലസ് 3x പ്ലസ് 2x, അതായത് 5x. അതായത് എക്സ് 402 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ 5x 5 × 402 2010 എന്ന് കിട്ടും. ആൻസർ വരും ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 2000 രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ 15 രൂപയെങ്കിൽ പലിശ നിരക്ക് എത്ര? ഇവിടെ മാസമാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. ബേസിക് ഇക്വേഷൻ എന്താണ്? I is equal to
PNR/100. നമുക്കിവിടെ പലിശ നിരക്ക് 6 ചോദിച്ചിട്ടുള്ളത്. അതായത് 100 ഇൻറ്റു I/PN, അതായത് 100 ഇൻറ്റു ഇൻട്രസ്റ്റ് എത്രയാണ് 15 രൂപ ബൈ പ്രിൻസിപ്പൽ എത്രയാണ് 2000 ഇൻറ്റു ഒരു മാസം 12ൽ 1. ഇതൊന്ന് ക്രിയേറ്റ് ചെയ്തെടുത്താലും മതി. 15ൽ 4 പ്രാവശ്യം 3, ഈ 12 അങ്ങ് മുകളിൽ കടത്തി വിടുക. ഈ 12 മുകളിൽ പോകും. അപ്പോൾ ഈ 12 ഈ 4 കൂടെ ക്യാൻസലായപ്പോൾ 3. അപ്പോൾ 3 ഇൻറ്റു 3 9 എന്ന് കിട്ടും. ആൻസർ വരും ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയുമാണ് കണക്കിലെ ചോദ്യങ്ങൾ. ഒരു ചോദ്യം തന്നെ പുതുതായുമില്ല. എല്ലാ ചോദ്യവും മുൻകാലങ്ങളിൽ ചോദിക്കുന്നത്. അപ്പോൾ കണക്കിനെ സംബന്ധിച്ച് മുൻകാല ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. താങ്ക് യു.